ശശി തരൂർ 3416 വോട്ടുകൾക്ക് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ലീഡിൽ ഇപ്പോൾ മാത്രമാണ് ഡോക്ടർ ശശി തരൂർ എത്തിയിരിക്കുന്നത്. അത് 3622 7 സീറ്റിൽ കോൺഗ്രസ്, 33 സീറ്റിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ നിയമം നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം നിയമത്ത് പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. വാരണാസിയിൽ മോദി ഇപ്പോഴും 5000-ഓളം വോട്ടുകൾക്ക് പിറകിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ചാലക്കുടി വളരെ കൗതുകരമായ ഒരു കണക്കുണ്ട്. ബെന്നി ബെഹനാൻ ലീഡ് ഉയർത്തുന്നു. പക്ഷേ NDA 7400 വോട്ട് അവിടെ മൂന്നാം സ്ഥാനത്ത് പിടിക്കുമ്പോൾ തൊട്ട് പിന്നിൽ 2020 3200 വോട്ട് അവിടെ സ്വന്തമാക്കുന്നു. കൗതുകകരമായ കണക്കാണ്. ഷാഫി ലീഡ് ഉയർത്തുന്നു ഈ ഘട്ടത്തിൽ 9247. വടകരയുടെ കാര്യം തീർപ്പായോ? 10,000-ലേക്ക് കടക്കുകയാണ്. 10,000-ലേക്ക് കടക്കുകയാണ് ഷാഫി പറമ്പിൽ. പാലക്കാട് ടീച്ചർ ലീഡ് എടുത്തത് 9247 എന്ന് പറയുന്ന വലിയ മാർജിനിലേക്ക് ഷാഫി പറമ്പലിന്റെ കുതിപ്പ്. ആറ്റിങ്ങലും ആലത്തൂരും ഇപ്പോഴും LDF-നൊപ്പം. തൃശൂരിൽ തൊടാൻ കഴിയാതെ സുരേഷ് ഗോപി 7884 പാലക്കാട് നോക്കൂ, 5908 വോട്ടുകൾക്കാണ് VK ശ്രീകണ്ഠൻ ലീഡ് ചെയ്യുന്നത്. 5908 വോട്ടുകൾക്ക്. അതായത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ തരംഗം ആവർത്തിക്കുകയാണ്. പാലക്കാട് ഇഞ്ചോടിഞ്ചൊക്കെ മാറിയിരിക്കുന്നു. വളരെ ക്ലിയർ ആയി മുന്നോട്ട് പോവുകയാണ്. ആറ്റിങ്ങലിൽ LDF-ന്റെ ലീഡ് കുറഞ്ഞു വരികയാണ്. വെറും അഭിലാഷ് നോക്കൂ, കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ സ്ട്രഗ്ലിംഗ് ആണ്. 191 വോട്ട് മാത്രമാണ്. എന്തൊരു ഫൈറ്റ് ആണ് അവിടെ അരുൺ കൊടുക്കുന്നത്. മാവേലിക്കരയിൽ ഫൈറ്റ് ഉണ്ട്. നോക്കൂ, പാലക്കാട് നിർണായകമായ ലീഡ് VK ശ്രീകണ്ഠൻ നേടിയിരിക്കുന്നു. നമുക്ക് കേരളത്തിൽ 2019 ആവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക്. ആലത്തൂരിന്റെ 1.5 ലക്ഷത്തെ ഭൂരിപക്ഷം മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അവിടെ ഏറെ നേരമായി ലീഡ് നിൽക്കുകയാണ് LDF-ന് അനുകൂലമായി. ആറ്റിങ്ങലിൽ ഏറെക്കുറെ തുടക്കം മുതൽ വി ജോയ് നിൽക്കുന്നത്. ആലത്തൂർ ആറ്റിങ്ങലും ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. തൃശൂർ LDF ബാക്കി എല്ലായിടത്തും 17 സീറ്റുകളിൽ ലീഡ് UDF-ന്. ഇന്ത്യ മുന്നണിക്ക് വലിയ ഫിഗേഴ്സ് നൽകുന്ന ചില ഹിന്ദി ചാനലുകളുടെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ പോക്കാവും? അതിനനുസരിച്ച് NDAക്ക് 229-ഉം ഇന്ത്യ സഖ്യത്തിന് 280-ഉമാണ്. 280 സീറ്റ് മറ്റു ചില ചാനലുകളിൽ വരുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ ഇപ്പോഴും ലീഡ് തുടരുകയാണ്. 4140 ലീഡ് കെ സുധാകരൻ. കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് തുടരുന്നു. 1859. ഉണ്ണിത്താൻ ഒന്ന് പേടിച്ചു. കാസർഗോട്ട് ലീഡ് നില വെച്ച, പക്ഷേ 1859 ലീഡ് എടുത്ത് കാസർഗോഡ് വീണ്ടും. മാവേലിക്കരയിൽ LDF 57. കോഴിക്കോട്ടും രാഘവേട്ടൻ 10,000 കടന്നു. 10,421. MK രാഘവൻ കോഴിക്കോട് UDF. വയനാട് 37,000. കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് 4841. സുരേഷ് ഗോപി 8980 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ. ആദ്യം VS സുനിൽകുമാറെങ്കിൽ സുരേഷ് ഗോപി അങ്ങ് തുടങ്ങിയിട്ട് ഒരു ഒടുക്കമില്ല. 7854 വോട്ടിന്റെ മാർജിനിൽ നിൽക്കുകയാണ്. EVM തുറന്നത് മുതൽ സുരേഷ് ഗോപിയുടെ തേരോട്ടമാണ്. അതേസമയം ET മുഹമ്മദ് ബഷീർ UDF മലപ്പുറം പ്രതീക്ഷിച്ചതുപോലെ വമ്പൻ ലീഡിലേക്ക് പറയാതെ പോകുന്നതാണ് പൊന്നാനിയും മലപ്പുറവും. അവിടെ ഒരു തർക്കം, സർപ്രൈസ് ഇല്ലല്ലോ, സർപ്രൈസ് ഫാക്ടറേ ഇല്ലല്ലോ. പൊന്നാനിയും മലപ്പുറവും അങ്ങനെ തന്നെ കോണി കയറി പോകുന്നുണ്ട് എന്നത് കണ്ടറിയാം. MK രാഘവൻ 10,421 വോട്ട് എന്നത് ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും വോട്ട് ഉയർത്തി എന്നതിന്റെ തുടർച്ച സംഭവിക്കുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ എളമരം കരീമിനെ ഇറക്കി പ്രതിരോധിക്കാം എന്ന ആ പ്രതീക്ഷ ഇടതുമുന്നണിക്ക് അവിടെ അസ്ഥാനത്താകുന്നു. വടകരയിലും സമാനമായി ഷാഫിയുടെ മുന്നേറ്റം. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരുപിടി മണ്ഡലങ്ങൾ കേരളത്തിൽ ഈ നിമിഷവുമുണ്ട്. നമുക്ക് അവസാനം വരെ പോകാവുന്ന ഒരുപിടി മണ്ഡലങ്ങളുണ്ട്. കോട്ടയത്ത് UDF ലീഡ് 4212 ആവുന്നു. ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 4212. മാവേലിക്കരയിലെ മത്സരം നോക്കൂ, 57 വോട്ടിന് ഇപ്പൊ അരുൺകുമാർ ലീഡ് ചെയ്യാണ്. 57. കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് AICC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം. എന്താണ് സംഭവിക്കുന്നത്? ആ വിഷ്വലുകൾ അല്പസമയത്തിനകം വരും. AICC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം തുടങ്ങുന്നു. നരേന്ദ്രമോദി വീണു. ലീഡ് വീണ്ടും കുറയുന്നു. ലീഡ് വീണ്ടും ഇന്ത്യയുടെ ലീഡ് കുറയുന്നു. 255-ലേക്ക് കുറയുന്നു. ഇന്ത്യ മുന്നണി
240 സീറ്റുകളിൽ ലീഡ് എടുത്തു പോകുന്നു. 244 എന്ന് കട്ടയ്ക്ക് നിന്നിടത്തു നിന്ന് ഒന്ന് മെച്ചപ്പെട്ടിട്ട് എൻഡിഎ വീണ്ടും താഴേക്ക് 255ലേക്ക്. അരുൺകുമാർ വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ്. കുറെ കൂടെ ലീഡ് കൂട്ടിയിരിക്കുന്നു. 788 ആയി. കോൺഗ്രസ് 100 പിന്നിടുന്നു. ഇന്ത്യ മുന്നണി 250 മാർക്കിലേക്ക് എത്തുന്നു. AICC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം. കോൺഗ്രസിന്റെ വമ്പൻ തിരിച്ചുവരവ്, 1980 ഓർമ്മിപ്പിക്കുന്ന വമ്പൻ തിരിച്ചുവരവ്. രാഹുൽ ഗാന്ധിയാണ് ഈ ദിവസത്തിന്റെ നായകൻ. 100 കടന്നു കോൺഗ്രസ്. AICC ആസ്ഥാനത്ത് ആഹ്ലാദം. BJP വീഴുകയാണോ? ഭാരത് ജോഡോ യാത്രയിലൂടെ കോൺഗ്രസിനെ രാജ്യമെമ്പാടും ഒരിക്കൽ കൂടി ഒരു പുതുജീവൻ ഉണർത്തിവിട്ടുകൊണ്ട് പ്രാണവായു ഊതിത്തൽ പകർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമായി എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം മറക്കരുത്, നരേന്ദ്രമോദിക്കെതിരായി പ്രതിപക്ഷം പ്രചാരണ ഘട്ടത്തിൽ പലപ്പോഴും നിശബ്ദമായപ്പോഴും തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി നിന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു. അതെത്രത്തോളം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചോദ്യത്തിന് ഞാൻ ഇവിടെയുണ്ടെന്ന് രാഹുൽ ഗാന്ധി മറുപടി പറയുന്ന ദിവസം വടകരയിൽ 9,000-ൽ നിന്ന് അത് 8,579 ആയിട്ട് ഷാഫി പറമ്പിൽ LDF ലീഡ് എടുക്കുന്നു. പാലക്കാട് A വിജയരാഘവൻ 7,229 വമ്പൻ ലീഡിലേക്കാണ് വടകരയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴേ ഒരു തീർപ്പ് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ലീഡ് മാറിയും മറിഞ്ഞും വരും. ഇന്നലെയും നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. വടകരയിൽ ആദ്യഘട്ടത്തിൽ ഷാഫി ലീഡ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള മണ്ഡലങ്ങൾ ബാക്കിയുള്ള വോട്ടെണ്ണി വരുമ്പോഴായിരിക്കും വടകര ആര് ചെയ്യും. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും അവിടെ നടക്കുന്നത്. അവസാന നിമിഷം വരെ നമ്മൾ കാത്തിരിക്കണം. തീർച്ചയായും വടകരയുടെ ചരിത്രം എടുത്താൽ തന്നെ അങ്കത്തട്ടും ചേകവന്മാരുടെ ഒക്കെ സ്ഥലമാണ്. അതുകൊണ്ട് അങ്കത്തട്ടിൽ അവസാന നിമിഷം വരെ കാത്തിരിക്കണം. കാര്യം സൗത്ത് ഇന്ത്യയിലാണ് BJP നേട്ടം ഉണ്ടാക്കുന്നത്. കർണാടകയിൽ 21 സീറ്റിൽ അവർ ലീഡിയാണ്.